അതൊരു പൊട്ടക്കിണറിന്റെ മുകളിൽ, അതിന്റെ മുകളിലുള്ള കല്ലാണ്. ഒരു പൊട്ടക്കിണറാണ്, നിറച്ച് കല്ലിട്ട് വെച്ചാൽ. അതിന്റെ ഉള്ളിൽ 70 മുശ്രിക്കുകളുടെ മയ്യത്തുകൾ, അബൂജഹൽ അടക്കം, ഉത്ബത്തു, ഷൈബത്തു എല്ലാം അതിന്റെ ഉള്ളിലല്ലേ. സകല മയ്യത്തുകളെയും ആ കുഴിയിലേക്ക് തള്ളിയിട്ട് റസൂലുള്ള ചോദിച്ചില്ലേ, എന്നോട് എന്റെ റബ്ബ് ചെയ്ത കരാർ പൂർത്തിയാക്കിയില്ലേ? സഹാബത്ത് ചോദിച്ചു, ആരോട് നബി എന്നുണ്ടെന്ന്? ഈ മരിച്ച ആൾക്കാരോട്. അവർ കേൾക്കും. എന്തിനാ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വ്യക്തമായി അവരിപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി. ഈ മണ്ണിനകത്ത് ഒരു അത്ഭുത, അവർക്കുള്ള കൊടുത്ത നിന്യത. തലേന്ന് രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാ, ഇവിടെ അബൂജഹല് മരിച്ചു വീഴും, ഇവിടെ ഉത്ബത്ത് മരിച്ചു വീഴും. മരിച്ചു വീഴുന്ന സ്ഥലങ്ങൾ വരെ മാർക്ക് ചെയ്ത് കാണിച്ചു എന്നാണ്. ആ 70 ആളുകളെയും അവിടെ കുഴിച്ചുമൂടി. അത്ര തന്നെ ആളുകളെ പിടിച്ച് കെട്ടിയിട്ടു. ബാക്കിയുള്ളവരൊക്കെ മക്കയിലേക്ക് പിടിച്ചോടി. ജീവിതത്തിൽ മക്ക മുശ്രിക്കുകൾക്ക് മറക്കാൻ കഴിയാത്തൊരു പരാജയം, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും അഭിമാനവും കിട്ടിയ ഒരു ദിവസം. ഖുർആൻ ഈ ദിവസത്തിന് പറഞ്ഞ പേര് തന്നെ യൗമുൽ ഫുർഖാൻ എന്നാണ്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും ഏറ്റുമുട്ടി സത്യം ജയിച്ച ദിവസം. അതാണ് ബദർ. നിങ്ങൾ റമദാൻ 17 ഇവിടേക്ക് വരണം. ഇവിടെ ഒരു പോത്തും അറിയില്ല. നിങ്ങൾ റമദാൻ 17 ഇവിടേക്ക് വരണം. ഇവിടെ നെയ്ച്ചോറിന്റെ ഒരു ചെമ്പും തിളക്കുന്നത് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റൂല. നിങ്ങൾ റമദാൻ 17 ഇവിടുത്തെ പള്ളികളിലെല്ലാം ഒന്ന് കറങ്ങി വെക്കണം. നമ്മളെ നാട്ടിൽ ചെല്ലുന്ന മാതിരി ദിക്റും ബൈത്തൊന്നും ഇവിടെ ഇല്ല. ഇതേ കാരണം ഈ നാട് ശരിയില്ലാത്തോണ്ട് നാട്ടുകാർ ശരി. ഇവിടുന്നാണ് ദീൻ അങ്ങോട്ടേക്ക് പോയത്. നാട്ടിൽ നിന്ന് ദീൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല. പലപ്പോഴും ആളുകൾ വെച്ചെന്നറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ദീൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല. ദീനിന്റെ ഹെഡ് ഓഫീസ്, ദീനിന്റെ മർക്കസ് ഇതാണ്. ഇവിടുന്നാണ് ദീൻ അങ്ങോട്ടേക്ക് പോയത്. അതെന്തുകൊണ്ട്? നേതാക്കന്മാരും പണ്ട് കാലത്ത് കാണിച്ചിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് കുറെ ആളുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ പറയുന്നു ബദരീങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരാണ്, ശ്രേഷ്ഠരാണ്, സ്വർഗത്തിൽ അവർക്ക് സീറ്റുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയതാണ്. സ്വർഗത്തിലെ പാറിക്കളിക്കുന്ന കിളികളാണ് ബദരീങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ബദരീങ്ങൾ ബാക്കിയുള്ള ആളുകൾ, മരിച്ചവർ ബാക്കിയുള്ള ആളുകൾ, എത്രയോ കൊല്ലം ജീവിച്ച ബദരീങ്ങളൊക്കെ ഉണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, അവർ ജീവിതകാലത്ത് തെറ്റ് ചെയ്താൽ പോലും അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് അള്ളാഹു അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്, ബദറിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം. ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് മനുഷ്യനെന്ന നിലക്ക് അവരെ ശിഷ്ടകാലത്ത് സംഭവിച്ചാൽ പോലും അള്ളാഹു എന്താക്കൂല, ശിക്ഷിക്കൂല. കാരണം അയാള് ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു രാജ്യം ഭരിക്കുമ്പോൾ ഒരു തെറ്റിൽ പിടിക്കപ്പെട്ട് കുറ്റവാളിയായി ബദറിൽ പങ്കെടുത്ത ഒരാളെ കൊണ്ടുവന്നു. ഉമർ ശിക്ഷിച്ചിട്ടില്ല. കാരണം അള്ളാന്റെ ഓർഡർ ഉണ്ട്, അവർക്ക് അത് അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട്. അത്ര ശ്രേഷ്ഠരാണ് ബദരീങ്ങൾ. നമുക്ക് അവരോട് മഹബത്തുണ്ട്. അവരോട് മഹബത്തുള്ളത് കൊണ്ടാണ് ഈ മണ്ണിലേക്ക് വന്നത്. ആ മഹബത്ത് അവരെ സ്നേഹിച്ചും അവർ കാട്ടിത്തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചും നമ്മളത് കാണിച്ചു കൊടുക്കും. അവർക്ക് പരിചയമില്ലാത്ത ഒരു ഏർപ്പാടും നമ്മൾ എന്ത് ചെയ്യില്ല. അവര് ഏറ്റവും വലിയ സ്നേഹം തരോ, അവരിവിടെ കാത്തു സൂക്ഷിച്ച് അവരിവിടെ കുഴിച്ചു മൂടിയ ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ കൂടെയാണ് നമ്മള്. എന്താ, ഇവിടുന്ന് റസൂലുള്ള കൈയുയർത്തി വിളിച്ചില്ല ആ സങ്കടത്തിന്റെ സമയത്ത്? അല്ലാ, അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചവരാണ് ബദരീങ്ങൾ. ഇനി നമ്മളെ നാട്ടിലെ ആൾക്കാരെന്തോ ബദരീങ്ങൾ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഒന്ന് വൈദ്യുതി വീഴുമ്പോ കിയാ ബദരീങ്ങളെ വിളിക്കുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്. എത്രയോ ആളുകൾ ഹറമിന്റെ അടുക്കൽ ഹജറുൽ അസ്വദ് മുത്താൻ പോകുമ്പോ ഒന്നിങ്ങനെ മരിച്ചോ ഇന്നോ അപ്പം വിളിക്കുന്ന ബദരീങ്ങളെ, അപ്പം വിളിക്കുന്ന മൊഹീദ്ദീൻ ശൈഖാണ്. കാബാലയത്തിന്റെ മുറ്റത്ത്, തൗഹീദിന്റെ പടക്കോട്ടയുടെ മുറ്റത്ത് ശിർക്കിന്റെ ചേർന്ന് നിറഞ്ഞ വിളിക്കുന്ന ആളുകൾ ഇപ്പോഴും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അവരോടൊക്കെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, മഹബത്ത് സ്വർഗത്തിൽ ഇവർ അയൽവാസിയായി കിട്ടണ ഒരു കാട്ടിത്തന്ന ആദർശത്തിന്റെ കൂടെ നിൽക്കണം. അതേത് ആദർശം? പ്രതിസന്ധി വരുമ്പോ ആകാശത്തേക്ക് കൈ ഉയർത്തുന്ന ആദർശം. അതാണ് സ്വഹാബത്തിന്റെ ബദരീങ്ങൾ ആദർശം. ബദരീങ്ങളുടെ നേതാവ് ഈ മണ്ണിൽ കാണിച്ചു തന്നതും അവർക്ക് വിജയം കിട്ടിയതും ആ ആദർശത്തിന്റെ പേരിലാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.